ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നേക്കണത് ഞാൻ ഫേസ്ബുക്കിലൊരു കമൻറ്റ് കണ്ടു കേട്ടോ. അപ്പോൾ അത് ഞാൻ വായിച്ചു തരാം. ആരാ എഴുതിയെന്ന് വെച്ചാൽ ഷാജൻ സക്രിയ എഴുതിയതാണ്. റമദാൻ മാസത്തിൽ ഇസ്ലാം വിശ്വാസികൾ കൈയയച്ച് സക്കാത്ത് നൽകും. ഇക്കുറി ആ ഭാഗ്യം ലഭിച്ചത് റഹീമിനായിരുന്നു. ഏഷ്യനെറ്റ് ആ കഥ പുറത്തു കൊണ്ടുവന്നപ്പോൾ പ്രാഞ്ചിയേട്ടൻ ചാടിപ്പിടിച്ചു. 33 കോടിയും സക്കാത്ത് വഴി കിട്ടിയതാണ്. അയാൾ ശേഖരിച്ചത് എത്രയെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്നിട്ടിപ്പോൾ എന്തൊരു തള്ള്. ചീപ്പ് പബ്ലിസിറ്റിയുടെ അനേക ദുരൂഹ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ഇയാളെ ഒരു കോടിയുടെ പേരിൽ ഇങ്ങനെ വെള്ള പൂശിയാൽ ഈ നാട് ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ പറയുന്ന ഇയാള് വല്ലത് ചെയ്തിട്ടുണ്ടോ? ശരിയാണ്, ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ 1 കോടി എന്ന് പറയുന്നത് നിസ്സാരമല്ല. ബോച്ചെ ചെയ്ത ഈ 1 കോടി എന്ന് പറയുന്നത് നിസ്സാര തുകയായിട്ട് ഒരു മലയാളികൾക്കും കാണാൻ കഴിയില്ല. അത്രയും ഇതായിട്ടാണ് ബോച്ചെ ചെയ്തിരിക്കുന്നത്. ആ 1 കോടി ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ആ 1 കോടി മാത്രം ഉള്ളെങ്കിൽ ബാക്കിയുള്ള 33 കോടി സക്കാത്ത് വഴി കിട്ടിയതാണ്. ശരിയാണ്, സക്കാത്ത് വഴി കിട്ടിയതാണ്. പക്ഷെ ആ 1 കോടിയെങ്കിലും ആ ബോച്ചെ എന്ന ആ അദ്ദേഹം ചെയ്തല്ല. അതിന് നമ്മൾ ഒരിക്കലും നമ്മൾ അതിന് എതിര് പറയാൻ പറ്റില്ല. ഇത് തന്നെ പറയണം, നമ്മൾ അയാളെ സ്തുതിക്കുകയാണ് ചെയ്യേണ്ടത്. ഇത്രയെങ്കിലും നമുക്ക് വേണ്ടി ചെയ്തല്ലോ, റഹീമിന് വേണ്ടി ചെയ്തല്ലോ എന്ന് നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി സ്തുതിക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് പകരം ഈ ഷാജൻ സക്രിയ ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ വല്ലാത്തൊരു ലജ്ജ തോന്നുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു ഇത് ചെയ്തപ്പോൾ ഇദ്ദേഹം ഷാജൻ സക്രിയ എന്ന് പറഞ്ഞ ആളെ എന്ത് ചെയ്തു എന്നൊന്നും അറിയില്ല. പക്ഷെ ഈ ഉപകാരം ചെയ്തവരെ നമ്മൾ നിന്ദിക്കാതിരിക്കുക. എന്ത് തന്നെയുള്ള 1 കോടി എന്ന് പറയുന്നത് നിസ്സാര തുകയൊന്നുമല്ല. അദ്ദേഹം വെയിലും മഴയും കൊണ്ടിട്ടാണ് ഇത്രയും സ്വരുക്കൂട്ടി റഹീമിനെ ഇറക്കാനുള്ള വഴികൾ കണ്ടെത്തിയത്. അതിന് എന്തായാലും മലയാളികൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ അദ്ദേഹം റഹീം ഇവിടെ നാട്ടിൽ വന്ന വേറെയും കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു വെക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഷാജൻ സക്രിയ പറഞ്ഞ കാര്യത്തിനോട് എനിക്ക് ഒരു തരത്തിൽ യോജിക്കാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞ ഭയങ്കര ഒരു ഇത് തന്നെയാണ്. ശരിയാണ്, സക്കാത്ത് കിട്ടിയിട്ടുണ്ടാവും, അത് ശരിയാണ്. സക്കാത്ത് എന്ന പേരിൽ ഒരുപാട് മുസ്ലിങ്ങൾ സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി 1 കോടി നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. അതുപോലെ ബോച്ചയും തള്ളിക്കളയാൻ സാധിക്കില്ല. അത്രയും വലിയൊരു ഉപകാരം തന്നെയാണ് ബോച്ച ചെയ്തത്. അപ്പോൾ ഈ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് വന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.